നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ദുര്യോധന്റെ ഏറ്റവും ഉറ്റ മിത്രം എന്നുള്ളതായ പദവി എപ്പോഴും ദുര്യോധനൻ എന്നെ ആദരിച്ചുകൊണ്ടേയിരിക്കും. ഇത് എനിക്കൊരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് ദുര്യോധനൻ എനിക്ക് കൈവിടാൻ പറ്റൂല. എന്നെ കണ്ടിട്ടാണ് ദുര്യോധനൻ പാണ്ഡവന്മാരെ വെല്ലുവിളിക്കുന്നത്. എന്റെ ബലം പൂർണ്ണമായും വിശ്വസിച്ചിട്ടാണ് ഇപ്പോഴിതാ യുദ്ധത്തിനു വേണ്ടിയിട്ട് ദുര്യോധനൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. എനിക്ക് ദുര്യോധനൻ കൈവിടാൻ പറ്റൂല എന്ന് പറഞ്ഞ കർണൻ ഇതിന് തൊട്ടു മുമ്പ് തന്നെ ദുര്യോധനെ കൈവിട്ടു നാം കണ്ടതാണല്ലോ. ആ വനപർവ്വത്തിന്റെ ഏറ്റവും അവസാനം ദേവരാജാവായ ഇന്ദ്രൻ വന്ന് നിന്നോട് കടകകുണ്ടലങ്ങൾ ചോദിക്കും, അത് കൊടുത്തു കളയരുത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ജീവൻ അപകടത്തിലാണ്. അതുള്ളിടത്തോളം കാലം നിന്നെ കൊല്ലാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും കൊടുത്തു കളയരുത് എന്ന് സൂര്യൻ പറഞ്ഞു. പക്ഷെ കർണൻ കേട്ടില്ല. എന്താ, എന്നോട് ഒരാളൊന്ന് ദാനം ചോദിച്ചാൽ അത് എന്തു തന്നെയായിരുന്നാലും ഞാൻ കൊടുക്കും. അത് എന്റെ പ്രശസ്തിയാണ്, എന്റെ പേരാണ്. കർണൻ മഹാദാനിയാണ്. അതാണ് ദമ്പം. എന്നെ പോലെ ഒരു ധർമ്മം ചെയ്യുന്നയാള് ഈ ലോകത്തിലില്ല എന്നുള്ളതായ ദമ്പം. അതിനു വീഴ്ച വരുത്താൻ സമ്മതിക്കില്ല. അപ്പോ സൂര്യൻ പറഞ്ഞു കൊടുത്തു, എന്നാൽ ഇന്ദ്രന്റെ കയ്യിലുള്ള വേല് ചോദിക്കുക എന്ന്. വേല് കർണൻ ചോദിച്ചു. അങ്ങനെ ദാനവുമല്ല ചെയ്തത്, കച്ചവടമായിരുന്നു ചെയ്തത്. പക്ഷേ ഇവിടെ കർണന്റെ ജീവനെ നിലനിർത്തുന്ന, രക്ഷിക്കുന്ന കവചകുണ്ടലങ്ങൾ അരുത്, കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും എന്തിന് ദുര്യോധനന്റെ ജീവിതം, ദുര്യോധനന്റെ വിജയം അപകടത്തിലാക്കിക്കൊണ്ട് കർണൻ ദാനം ചെയ്തു. തന്റെ സൽപ്പേര് രക്ഷിക്കാൻ, തന്റെ മഹാദാനിയാണെന്നുള്ള സൽപ്പേരിനേക്കാളും വലുതല്ല ദുര്യോധനനോടുള്ള കടപ്പാട്. കടപ്പാടിനെ കുറിച്ച് ഘോരഘോരമായിട്ട് കൃഷ്ണനോട് കർണൻ ഇങ്ങനെ പ്രശംസിച്ചല്ലോ, ഗംഭീരമായിട്ട് പ്രസംഗിച്ചല്ലോ. പക്ഷേ അത് ഒരിക്കലും തന്റെ സൽപ്പേരിനേക്കാളും വലുതായിട്ട് ദുര്യോധനൻ കണ്ടില്ല. കാരണം ദുര്യോധനൻ കർണനെ വിശ്വസിച്ചാണ് പടക്കിറങ്ങുന്നത് എന്നും കർണൻ ഇതാ പറയുന്നു. അങ്ങനെ കർണനെ വിശ്വസിച്ച് പടക്കിറങ്ങുന്നത് ജയിക്കാനാണ്. കർണൻ വിജയം ഉണ്ടാക്കിത്തരും, തന്നെ രക്ഷിക്കും എന്ന വിശ്വാസത്തിലാണ്. കർണന് ദുര്യോധനനെ രക്ഷിക്കാൻ കഴിയണമെങ്കിൽ, കർണന് ദുര്യോധനെ വിജയിപ്പിക്കാനാകണമെങ്കിൽ കർണൻ ജീവിച്ചിരിക്കണം. കർണന്റെ ജീവനെ രക്ഷിക്കുന്ന രണ്ട് ദിവ്യപദാർത്ഥങ്ങളാണ് കവചവും കുണ്ടലവും. അതിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാലോ കർണന്റെ ജീവിതം നഷ്ടമാകും, അപകടത്തിൽപ്പെടും, കർണൻ മരിച്ചു പോകും. അതോടുകൂടി ദുര്യോധനനും പടക്കളത്തിൽ വീണ് മരിച്ചു പോകും. താൻ ഇത്രയേറെ പ്രശംസിച്ച് പറഞ്ഞ കടപ്പാടുള്ളയാളെന്നൊക്കെ പറഞ്ഞ ആ ദുര്യോധനന്റെ വിജയത്തെക്കാളും ദുര്യോധനന്റെ ജീവിതത്തെക്കാളും വലുതാണ് കർണന് തന്റെ പ്രശസ്തി. എല്ലാം കർണൻ തന്റെ ഹിതമനുസരിച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. ഇവിടെയും തന്റെ ഹിതമനുസരിച്ചാണ്. അദ്ദേഹത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, പാഞ്ചാലിയുടെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റൂല, ഭീമന്റെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റൂല. മറ്റുള്ളവർ ഒരുപക്ഷെ യുധിഷ്ഠിരൻ പറയുമ്പോഴേക്കും അനുസരിച്ച് നിന്നു എന്ന് വരാം, ഭീമൻ നിൽക്കില്ല. ഇതൊക്കെ കർണന് നന്നായിട്ടറിയാം. അവിടെ ചെന്നാൽ പൊട്ടിത്തെറി അപ്പോഴുണ്ടാകും. കർണൻ പറഞ്ഞിട്ട് പിടിച്ചടിച്ച പാഞ്ചാലിയുടെ ആ വസ്ത്രം, അത് സഹിക്കാനാവില്ല. കുന്തി തന്നെ
യുദ്ധം ചെയ്യാൻ മക്കളോട് പറഞ്ഞതിന്റെ പിന്നിലുള്ള കാരണം നമ്മൾ കൃഷ്ണനോട് കുന്തിയുടെ സംഭാഷണത്തിൽ നിന്ന് കേട്ടല്ലോ. ബാക്കിയെല്ലാം ഞാൻ സഹിക്കും, പാഞ്ചാലിയെ അവമാനിച്ചത് ഞാൻ സഹിക്കില്ല. അതിനാൽ യുധിഷ്ഠിരനോട് പറ യുദ്ധം ചെയ്യാൻ, ഭീമാർജുനന്മാരോടും നഗര സഹദേവന്മാരോടും പറ യുദ്ധം ചെയ്യാൻ, അർജുനനോട് പറ പാഞ്ചാലി പറയുന്നത് അനുസരിക്കാൻ. ഇതാണ് ആ അമ്മ പറഞ്ഞയച്ചത്. അവിടെ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇത് കർണൻ അറിയാം. കർണൻ അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല. ചെല്ലാൻ പറ്റാത്തത് കൊണ്ട് ദുര്യോധനെ മറയാക്കി. ഇതാണ് ആസുരി ബുദ്ധികളുടെ രീതി. തന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുള്ള പലതിനെയും മറയായിട്ട് ഉപയോഗിക്കും. നേരത്തെ താൻ ചെയ്തതെല്ലാം ഇപ്പോൾ തനിക്ക് വിപരീതമായി വരുന്നത് ഈ ആസുരി ബുദ്ധിയായ കർണൻ അറിയുന്നു. അർജുനനോട് മത്സരിക്കാൻ താൻ പുറപ്പെട്ടു വന്നത് ഇപ്പോഴിതാ താൻ അർജുനന്റെ ജ്യേഷ്ഠനാണെന്ന് അറിഞ്ഞപ്പോഴേക്കും തനിക്ക് വിപരീതമായി നിൽക്കുന്നത് കർണൻ കാണുന്നു. തന്റെ ആസുരി ബുദ്ധി കൊണ്ടാണ് കർണൻ അർജുനനോട് മത്സരിക്കാൻ പുറപ്പെട്ടത്. ആ അഭ്യാസ കാഴ്ചയുടെ രംഗത്ത് കയറിച്ചെന്ന് വെല്ലുവിളിച്ചത് അതിതാ കർണന് വിപരീതമായി നിൽക്കുന്നു. കർണന്റെ ശ്രേയസ്സിന് വിപരീതമായി നിൽക്കുന്നു. അന്ന് അത് പെട്ടെന്ന് ചില നേട്ടങ്ങൾ കർണൻ ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ടാണ് അംഗരാജപദം കിട്ടിയത്, അർജുനനെ വെല്ലുവിളിച്ചതും. പക്ഷെ അതിതാ പൂർണമായ പതനത്തിന് കാരണമായി തീരുന്നു. എന്ന് മാത്രമല്ല, പാഞ്ചാലിയോട് താൻ കാണിച്ച ആ ഏറ്റവും ക്രൂരമായിരിക്കുന്ന അപരാധം അത് തനിക്കിതാ വിപരീതമായി തീർന്നിരിക്കുന്നു. പാണ്ഡവപക്ഷത്തേക്ക് ചെല്ലാൻ പറ്റൂല. താൻ ആരെയാ അവമതിച്ചത്? തന്റെ തന്നെ സ്വന്തം അനുജത്തിയെ അവമതിച്ചിരിക്കുന്നു. വേശ്യ എന്ന് വിളിച്ചത് തന്റെ അനുജത്തിയെയാണ്. ഇതെല്ലാം അറിഞ്ഞ് കർണൻ തകരുകയാണ്. താൻ നേരത്തെ ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടും തന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും എന്തെല്ലാം അതിക്രമങ്ങൾ പാണ്ഡവരോട് കാണിച്ചോ അതെല്ലാം തനിക്ക് വിപരീതമായി ഫലിച്ച് തന്നെ തിരിഞ്ഞടിക്കുന്നു, തന്നെ തകർക്കുന്നു. താൻ ഇപ്പോൾ മനസ്സുകൊണ്ട് കൗരവപക്ഷത്വമല്ല, അതേപോലെ തന്നെ പ്രവൃത്തിയും അതേപോലെ ഭാവിയിലെ സൗഭാഗ്യങ്ങളും കൊണ്ട് പാണ്ഡവപക്ഷത്വമല്ല. രണ്ടു പക്ഷവും ഇല്ലാതായി. മനസ്സുകൊണ്ട് ദുര്യോധന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ആ പക്ഷം ഏറ്റവും ക്രൂരമാണ്. അതിൽപ്പെട്ട പ്രധാനി താനും തന്നെയാണ്. താൻ അതിൽ പങ്കാളിയാണ്, മുഖ്യ പങ്കാളിയാണ്. ദുര്യോധനന്റെ പുറത്ത് മുഴുവൻ കുറ്റവും ചാരി മാറാൻ പറ്റൂല. അന്ന് സഭയിൽ നടന്നത് ഉൾപ്പെടെ എല്ലാറ്റിനും താനാണ് മുഖ്യ പങ്കാളി. അങ്ങനെ ഇപ്പോ ദുര്യോധനന്റെ ആ ക്രൂരതകളെല്ലാം മനസ്സിൽ അറിഞ്ഞ് ഇതാ 18 അക്ഷൗഹിണികളെ കൊല്ലിക്കാനുള്ള വക ദുര്യോധനൻ തന്റെ കിരീടത്തിനു വേണ്ടി ഉണ്ടാക്കുന്നു. ആളുകളെ കൊല്ലിക്കരുത്, യോദ്ധാക്കളെ കൊല്ലിക്കരുത് എന്ന് എല്ലാവരും സഭയിൽ വെച്ച് ദുര്യോധനെ ഉപദേശിച്ചു. എല്ലാവരും കർണന്റെ മുമ്പ് വെച്ചാ ഉപദേശിക്കുന്നേ. പക്ഷേ പാണ്ഡവന്മാര് തന്റെ സഹോദരന്മാരാണ് എന്നറിഞ്ഞ കർണന് യുദ്ധം ഒഴിവാക്കണമെന്ന് കൃഷ്ണൻ വന്നപ്പോ തന്നെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റൂല. അതിനു മുമ്പ് സകല കുഴപ്പമുണ്ടാക്കാനും മുമ്പിൽ നിന്ന കർണൻ ഇപ്പോ യുദ്ധം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നു. കാരണം തന്റെ അനുജന്മാരാണ് മറുവശത്തുള്ളത് എന്ന് സൂര്യന്റെ ഇടപെടലിൽ നിന്ന് കർണൻ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭഗവദ്ഗീതനൊക്കെ കുറെ മാസങ്ങൾക്ക് മുമ്പാണല്ലോ സൂര്യൻ കർണന്റെ സമീപത്ത് വന്നത്. അങ്ങനെ കർണന്റെ മനസ്സിൽ അപ്പോ തന്നെ ഭയങ്കരമായ തിരിച്ചടികൾ, പൊട്ടിത്തെറികൾ കർണന്റെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ദുര്യോധനന്റെ കൂടെ നിൽക്കാൻ പറ്റൂല, ദുര്യോധനനെ അംഗീകരിക്കാൻ പറ്റൂല. എന്നാൽ പാണ്ഡവപക്ഷത്തേക്ക് പോകാൻ പറ്റുമോ? അതും പറ്റൂല. ഇങ്ങനെ ഈ ലോകത്തിലെ സാഹിത്യം മുഴുവൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വിധത്തിലൊരു ദുരന്ത നായകനെ കാണാൻ വേറെയില്ല. ഇങ്ങനൊരു ദുരന്ത നായകനെ ആരും ചിത്രീകരിച്ചിട്ടില്ല. മുഴുവൻ വിശ്വസാഹിത്യവും പരീക്ഷിച്ചു നോക്കിക്കൊള്ളുക. ഇങ്ങനൊരു ദുരന്ത നായകൻ ഇത് വ്യാസന് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. ആ ദുരന്ത നായകൻ ആര്?
ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലിരിക്കുന്ന അപക്വമായ മനസ്സ്, ഈ ലോകത്തിലെ സകല കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അപക്വമായ മനസ്സാണ്. ആ അപക്വമായ മനസ്സാണ് കർണൻ. അതാണ് ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇനിയും ലോകം കാണും എന്ന ഉറപ്പുള്ള ദുരന്ത നായക പദവിയുടെ ആസ്പദം. അങ്ങനെ കർണൻ കൃഷ്ണനോട് സംസാരിച്ചതിൽ മുഴുവനും ആത്മാർത്ഥതയോടെ അല്ല. ദുര്യോധനനോട് ഒരു പെരുമാറ്റം, മറ്റുള്ളവരോട് വേറെ പെരുമാറ്റം, സന്ദർഭം മാറുന്നതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ മാറ്റി പോകുന്നു.